ഹായ്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിന്റെ സബ് ഡൊമൈൻസ് കണ്ടുപിടിക്കും, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെക്യൂർ കോഡിംഗ് അല്ലെങ്കിൽ സെക്യൂർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ചലഞ്ചിൽ മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് പല അറ്റാക്കുകളിൽ കൂടെ അറ്റാക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അറ്റാക്ക് ചെയ്ത് വൾണറബിലിറ്റി കണ്ടുപിടിക്കുക, ആ കണ്ടുപിടിച്ച വൾണറബിലിറ്റി എന്ത് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എന്നിട്ട് ആ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ഒരു വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഈ പ്രോസസ്സിനകത്ത്. പക്ഷേ ഇത് ഒരു വഴിയാണ് നമുക്ക് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വൾണറബിലിറ്റി റിമൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇതെന്ന് പറയുന്നത്. ഈ അസസ്മെന്റ്സ് എല്ലാം സംഭവിക്കുന്ന കൂടുതലും പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബഗ് ബോണ്ടി എടുത്തു കഴിഞ്ഞാൽ ബഗ് ബോണ്ടി ലൈവ് ഡൊമൈനുകളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയാം ഓക്കെ ഇതിനകത്ത് ഇന്ന വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഈ വൾണറബിലിറ്റീസ് എല്ലാം സോഴ്സിൽ തന്നെ ഇല്ലാണ്ടാക്കുക, അതായത് കോഡ് എഴുതുന്ന സമയത്ത്, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ്. ഇപ്പം നോർമലി ഒരു കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഒരു കുറേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മോഡലുകൾ ഉണ്ട്. ഒരുപാട് ഡെവലപ്മെന്റ് മോഡലുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു SDLC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. SDLC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളാണ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. വാട്ടർഫോൾ മോഡൽ നിങ്ങൾ മിക്കവാറും നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ വാട്ടർഫോൾ മോഡൽ. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MCA BCA ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്? വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. വാട്ടർഫോൾ മോഡൽ നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മുടെ വാട്ടർഫോൾ മോഡൽ എന്ന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്വയർമെന്റ്സ്, അതായത് ഒന്നെങ്കിൽ ക്ലയന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിക്വയർമെന്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രോട്ടോടൈപ്പ് എടുക്കുക. ബ്രോട്ടോടൈപ്പിന് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് പഠിക്കുന്നത് നമ്മളുടെ learn.prototype.com എന്ന് പറയുന്ന LMS പ്ലാറ്റ്ഫോമിൽ കൂടെയാണ്. ഈ LMS പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ റിക്വയർമെന്റ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിക്വയർമെന്റ് എന്താണ്? നമുക്ക് ഈ LMS പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം, അതാണ് നമ്മളുടെ ആവശ്യം, നമ്മളുടെ നീഡ്. അപ്പോൾ റിക്വയർമെന്റ് ആദ്യം നമുക്ക് കിട്ടണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് അതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ഫേസ് അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ learn.prototype.com നിങ്ങൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കും, നിങ്ങളൊരു പിന്ന് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റേ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ സൈബർ സെക്യൂരിറ്റി ചലഞ്ചിന്റെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അതിനകത്ത് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡിൽ നമുക്ക് വീഡിയോസിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ സ്ക്രീനിൽ എൻ്റെ വീഡിയോ കാണാൻ പറ്റും, താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ കാണാം. ഇതൊക്കെ ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു ഡിസൈൻ ഫേസ്, അതിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ, UI അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് എങ്ങനെയാണെന്നുള്ളതും. പിന്നെ ഇതിന്റെ ബാക്ക് എൻഡ് ഡിസൈൻ ആണ്. അതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന LMS ഒരു സെർവറിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ സെർവറും ഇതും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് വരേണ്ടത്, ആ സെർവറിലേക്ക് ഡാറ്റ എങ്ങനെയാണ് പോകേണ്ടത്, ആ സെർവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യപ്പെടുക, അങ്ങനെ അതിന്റെ ഒരു സെർവർ ബാക്ക് എൻഡിന്റെ ഡിസൈനും ഇതൊക്കെയാണ് ഡിസൈൻ ഫേസിൽ അടക്കുക. നമ്മളുടെ ഈ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഇതിന്റെ കണക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഡിസൈനിങ് ആണ്. ആർക്കിടെക്ചർ ആദ്യം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം അങ്ങനെ നമ്മൾ ആർക്കിടെക്ചറൊക്കെ പ്ലാൻ ചെയ്തു. നമ്മൾക്ക് റിക്വയർമെന്റ് കിട്ടി, LMS ആണ് ഉണ്ടാക്കേണ്ടത്. ആ LMSനകത്ത് നിങ്ങൾ കാണുന്ന സ്ക്രീൻ പോലെ ആക്കണം, UI ഇങ്ങനെ ആക്കണം, അതിന്റെ ബാക്ക് എൻഡിൽ സെർവർ ഇങ്ങനെ വേണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകും. ഡെവലപ്മെന്റ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രോഗ്രാം എഴുതാൻ തുടങ്ങും. നമ്മൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഡിസൈൻ എന്താണ്? നമുക്കൊരു ഡിസൈൻ ഓൾറെഡി പ്ലാനിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡിസൈൻ വരാനുള്ള കോഡ് നമ്മൾ എഴുതുന്നു. അങ്ങനെ കോഡ് എഴുതി കഴിഞ്ഞാൽ അടുത്ത എന്താ? കോഡ് എഴുതി എഴുതിയതിന് ശേഷം ഫുള്ള് കോഡൊക്കെ എഴുതി നിങ്ങൾ ഒരു 10 ഡെവലപ്പറോ അല്ലെങ്കിൽ 5 ഡെവലപ്പറോ ഇരുന്നിട്ടായിരിക്കും കോഡ് എഴുതുന്നത്. ഈ 5 പേരോട് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു? കോഡ് എഴുതുന്നു. ആ കോഡ് എഴുതി പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഗിറ്റിലാണെങ്കിൽ ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്കൽ സെർവറാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൽ എങ്ങോട്ടേക്ക് പോകും? ഇത് നമ്മളുടെ QA ടെസ്റ്റിംഗിലേക്ക് പോകും. QA ടെസ്റ്റിംഗിൽ എന്താ സംഭവിക്കുക? QA ടെസ്റ്റിംഗിൽ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ബട്ടണും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു പ്രോഗ്രാം എഴുതി. ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ LMSൽ നിങ്ങൾ സൈഡിലുള്ള പെയിനിൽ, സൈഡിലെ ടോപ്പിക് ലിസ്റ്റിൽ, ഈ സൈഡിലെ ടോപ്പിക് ലിസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? ഈ സൈഡിലെ ടോപ്പിക് ലിസ്റ്റിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കറസ്പോണ്ടിങ് വീഡിയോയിലേക്ക് പോകില്ലേ? അപ്പോൾ ഇത് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കണം. അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് നോക്കും. അതേപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ ലോഗിൻ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾ ലോഗിൻ പേജിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ലോഗ് ഔട്ട് ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾ ലോഗ് ഔട്ട് ആവുന്നുണ്ടോ,
ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അറിയണം. അതായത് നമുക്ക് വെറുതെ ഒരു കോഡ് എഴുതിയിട്ട് തന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ചില എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബഗ്ഗുകൾ അതിനകത്ത് നമ്മൾ അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്ന എപ്പോഴാണ്? ടെസ്റ്റിംഗ് ഫേസിലാണ്. ടെസ്റ്റിംഗ് ഫേസിൽ നമ്മളിത് ഫുള്ള് ടെസ്റ്റ് ചെയ്യേണ്ട ക്വാളിറ്റി ചെക്ക് ചെയ്യും. QA എന്ന് പറയും. QA ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറയും. നമ്മൾ QA ടെസ്റ്റ് ചെയ്തു, ഫുള്ള് QA ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഓക്കെ QA ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത എന്താണ്? QA ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ? QA ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡിപ്ലോയ്മെന്റ് ആണ്. നമ്മളതിനെ ഡെവലപ്മെന്റ് സെർവറിൽ നിന്ന് പ്രൊഡക്ഷൻ സെർവറിലേക്ക് മാറ്റും. പ്രൊഡക്ഷൻ സെർവറിൽ എന്താവും? അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ LMS ആക്സസ് ചെയ്യുന്ന പോലെ, നിങ്ങൾ ഈ കാണുന്ന LMS ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ learn.prototype.com എന്ന് പറയുന്ന റിസോഴ്സ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നതും കാണുന്നതും ഇത് ഉപയോഗിക്കുന്നതൊക്കെ ഇത് ഇത്രയും പ്രോസസ്സിൽ കൂടെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അത് കണ്ടുപിടിക്കുക, ഒഴിവാക്കുക. അത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഇപ്പോൾ ബഗ്ഗുകൾ ഇപ്പോൾ നമ്മൾ ഇത് ഇത്രയും ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ വിട്ടു, അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. അതാണ് മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ ഒരു സൈക്കിളാണ് നമ്മൾ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ SDLC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ വാട്ടർഫോൾ മോഡൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വാട്ടർഫോൾ മോഡൽ പോലെ തന്നെ വേറെ ഒരുപാട് മോഡലുകൾ ഉണ്ട് താനും. വാട്ടർഫോൾ മോഡൽ മാത്രമല്ല ഉള്ളത്, വാട്ടർഫോൾ മോഡൽ പോലെ ഒരുപാടുണ്ട്. പക്ഷെ വളരെ കോമൺ ആയിട്ട്, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് SDLC അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് SSDLC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. SSDLC എന്ന് പറഞ്ഞാൽ ഈ മോഡലിലേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ സെക്യൂരിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ആരും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇതിന്റെ റീസൺ, വാട്ടർഫോൾ മോഡൽ വളരെ പണ്ട് ക്രിയേറ്റ് ചെയ്തൊരു മോഡലാണ്. ഇതിപ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് വളരെ പണ്ട് ക്രിയേറ്റ് ചെയ്തൊരു മോഡലാണ് വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പഴയ ഒരു മോഡലായതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആരും എന്ത് ചെയ്തിട്ടില്ല, ആരും ഈ പറയുന്ന സെക്യൂരിറ്റി എന്നുള്ളതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വളരെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുത്തിട്ടില്ല. as you can see ഈ മോഡൽ വന്നിട്ടുള്ള 1956 ഐ ബിലീവ്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നതാണ്. അപ്പോൾ അന്ന് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ഇന്ന് സെക്യൂരിറ്റി ഈസ് എ ബിഗ് തിങ്, ബട്ട് അത്രയും ബിഗ് തിങ് അല്ല. അപ്പോൾ എന്ത് പറ്റിയില്ല? സ്വാഭാവികമായിട്ടും അതിനകത്ത് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തില്ല. പിന്നെ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് പിന്നീട് ഓർഗനൈസേഷൻസ്, വാട്ടർഫോൾ മോഡൽ അഡോപ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും? അതിനകത്തേക്ക് സെക്യൂരിറ്റിയും കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഈ സെക്യൂരിറ്റി ആഡ് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് ഫേസിലാണ്, ഏറ്റവും അവസാനമാണ് ഇതുകൊണ്ട് ആഡ് ചെയ്യുക. അതായത് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം, പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ പ്രോഗ്രാം എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവസാനമാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരുന്നു ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അതിന്റെ സ്റ്റേജിങ്, അതായത് ഡെവലപ്മെന്റ്, ആ ഡെവലപ്മെന്റിന് ശേഷം ഇത് പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു. ഇതിനൊക്കെ ഇടയിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മൾ ഇന്ന് ഇരുന്ന് പ്രോഗ്രാം എഴുതി നാളെ കിട്ടുക എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പലയിടത്തും മറ്റേ നമ്മുടെ ഈ ChatGPT ജെമിനിയും വെച്ച് കോഡ് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ല റിയൽ വേൾഡിൽ ഒരു കമ്പനി പ്രോഗ്രാം ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴും ആലോചിക്കണം. നമ്മൾ ChatGPT ജെമിനിയിൽ നമുക്ക് ചെറിയ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നല്ലാണ്ട് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു Go ഡെവലപ്പറാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ ഒരു LMS ഉണ്ടാക്കണം എന്ന് കരുതിക്കോ. എനിക്ക് അറിയില്ല അത് ഗോയിൽ ഉണ്ടാക്കാൻ പറ്റുമോ, ബട്ട് ലെറ്റ്സ് സേ അത് നമുക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ പ്രോട്ടോടൈപ്പ് എന്നൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമുക്കത് ChatGPT അല്ലെങ്കിൽ ജെമിനി വെച്ചിട്ട് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ടൂൾസ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിലൊരു തിങ്ക് ചെയ്യില്ല എപ്പോഴും. ഇല്ല. നമുക്കൊരു ഏകദേശം എത്ര സമയം വേണ്ടി വരും അങ്ങനെ ക്രിയേറ്റ്? ഒരു 1 month ഒക്കെ എന്തായാലും വേണ്ടി 1 month എന്തായാലും ചെയ്യണം. മാനുവലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയാനുള്ള റീസൺ AI ഈസ് ഇമ്പോർട്ടൻറ്റ്. AI വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ വെബ്രക്കൺ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഗ്രാം എഴുതി വന്ന അതിനകത്തുള്ള എൻ്റെ എല്ലാ ബഗ്ഗുകളും കണ്ടുപിടിച്ചത് AI ആണ്, ജെമിനിയാണ് എനിക്ക് അതെല്ലാം കണ്ടുപിടിച്ചത്. ഞാൻ എഴുതിയ പ്രോഗ്രാമിലെ ഫുള്ള് ബഗ്ഗുകൾ ജെമിനി കണ്ടുപിടിച്ചു തന്നു, എന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്യുന്നു, അത് അടുത്ത റൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാര്യം ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ല, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ മറ്റേ 30 സെക്കൻഡ് റീലിനകത്ത് ഒരു ഫുൾ വെബ്സൈറ്റ് ഉണ്ടാക്കും. സംഭവം ശരിയാണ്, കോഡൊക്കെ എഴുതാം, പക്ഷേ ഇൻ റിയാലിറ്റി അതല്ല. അപ്പോൾ ഇതെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. ഇത് പറയേണ്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SSDLCയുടെ ഇമ്പോർട്ടൻസും അവിടെയാണ്. SSDLC അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ്. കാരണം ഒരു പ്രോഗ്രാം എഴുതിയെടുക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ചെറിയൊരു പ്രൊജക്റ്റിന് ഒരു 1 month എടുക്കാം, കുറച്ച് വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ ഒരു 6 months, ചില പ്രൊജക്റ്റുകൾ 1 year എടുക്കാം. അപ്പോൾ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് അത്രയും ടൈം എടുക്കുന്ന പരിപാടിയാണ്. അത്രയും ടൈം എടുക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? അത്രയും കോസ്റ്റ് ഇൻവോൾവ് ആണ്. അതായത് അത് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന്റെ സാലറി, ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റംസ്, അതിനുപയോഗിക്കുന്ന സെർവറുകൾ, അതിന് വേണ്ടി വരുന്ന റിക്വയർമെന്റ്സ്,
ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒന്നാണ് ഇതിന്റെ കോസ്റ്റ്. നല്ല കോസ്റ്റുള്ള പരിപാടിയാണിത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി അറ്റ് ദ എൻഡ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിലിന് ഒരു പ്രൊജക്ട് വന്നിരിക്കുകയാണ്. അതിലുള്ള പ്രൊജക്ട് ഈ പറയുന്ന ഒരു LMS ഉണ്ടാക്കിയെടുക്കുക. LMS ഉണ്ടാക്കിയെടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് അതിനുള്ള സമയം എന്ന് പറയുന്നത് ഒരു 3 മാസം സമയമുണ്ട്. ഓക്കെ, അതിലിരുന്ന് കഷ്ടപ്പെട്ട് പ്രോഗ്രാമൊക്കെ എഴുതി, കോഡൊക്കെ എഴുതി, പുഷ് ചെയ്തു, അവസാനം സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എത്തി. ഇത് എഴുതി തീർന്ന് പുഷ് ചെയ്യാൻ എങ്ങനെ പോലും എന്ത് വേണ്ടി ഒരു 2.5 മാസം വേണ്ടി വന്നു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു 2 മാസം വേണ്ടി വന്നു. 2 മാസം കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നടക്കുക. അങ്ങനെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നടക്കുമ്പോൾ കോഡിനകത്ത് അവിടെ ഇവിടെയൊക്കെ കുറേ സെക്യൂരിറ്റി വൾനറബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, അതിൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങി വീണ്ടും കോഡെല്ലാം റീറൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 3 മാസമുള്ള ഡെഡ് ലൈൻ വിട്ടുപോകും. അത് നമുക്ക് എന്തായാലും പറ്റില്ല. ആ 3 മാസത്തിൽ എന്തായാലും അത് റിലീസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ഈ കോഡ് വീണ്ടും റീറൈറ്റ് ചെയ്ത് വരണമല്ലോ. അങ്ങനെ റീറൈറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഒരു 3-4 മാസം ആകുമ്പോൾ വീണ്ടും നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് പോകും. ടെസ്റ്റിംഗിൽ വൾനറബിലിറ്റി എല്ലാം കണ്ടുപിടിക്കും, തിരിച്ച് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ നിൽക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം എന്തിനുണ്ട്, SDLCക്ക് ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളുണ്ട്. അതായത് എൻഡിലാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് എല്ലാവരും കൺസിഡർ ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ പാർട്ടാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മളല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ പ്രൊജക്ട് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന എൻഡിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം സെക്യൂരിറ്റിക്ക് അങ്ങനെ ആരും വലിയ വാല്യൂ കൊടുക്കാത്തതാണ് എൻ്റെ വൈസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ലൈൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈനിനകത്ത് ഇവിടെ നമ്മൾ കോഡ് ചെയ്യുന്നു. നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന കോഡ് എഴുതി ഇപ്പം അതിൽ ഈ പ്രോഗ്രാം എല്ലാം എഴുതി, ഇപ്പോൾ ഫുള്ള് ലാംഗ്വേജ് ഒക്കെ സെറ്റാക്കി കോഡ് എഴുതി വന്നു കഴിയുമ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കോഡിനകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോകും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും പ്രോഗ്രാം ചെയ്യും, വീണ്ടും കോഡെല്ലാം റീറൈറ്റ് ചെയ്ത് വരുമ്പോൾ സെക്യൂരിറ്റി ആകുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, എന്തെങ്കിലും വൾനറബിലിറ്റി കണ്ടുപിടിക്കും, നമ്മൾ തിരിച്ച് വീണ്ടും ഡെവലപ്മെന്റിലേക്ക് പോകും. ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ 3 മാസം ഡെഡ് ലൈൻ ഉള്ള പ്രൊജക്റ്റിന് മിനിമം ഒരു 6-7 മാസത്തിലേക്കെങ്കിലും പോകും. അപ്പോൾ പ്രൊജക്ട് ഡിലേ ആവുന്നതുകൊണ്ട് എന്തുണ്ടാവും, ബിസിനസ്സിന് നഷ്ടം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലിരുന്ന് എഴുതുന്ന ഫ്രീ ആയിട്ടല്ലല്ലോ കോഡ് ചെയ്യുന്നത്, അതിലൊരു സാലറി കോസ്റ്റ് ഉണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോഡ് എഴുതാനും കോഡ് സ്റ്റോർ ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ ഒരു സെർവർ വേണമല്ലോ, സ്റ്റോറേജ് വേണമല്ലോ, അതിനൊരു കോസ്റ്റ് ഉണ്ട്. അത് ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു പ്രോഗ്രാമർ ഇരുന്നല്ല ഇതെല്ലാം ചെയ്യുക, ഒരു ടീമായിരിക്കും, ആ ടീമിനുള്ളൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോസ്റ്റ് ഇത് ഡിലേ ആവും തോറും ആ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും എൻഡിൽ സെക്യൂരിറ്റി കൊണ്ടുവച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ തോട്ട് പ്രോസസ്സിനെ അവിടെ നിന്ന് മാറ്റി നമ്മളൊരു പുതിയ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി. ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രോഗ്രാം ഏറ്റവും എൻഡിൽ പോയി സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യത്തേക്ക് നമ്മൾ സെക്യൂരിറ്റി മാറ്റുക. ഏറ്റവും ആദ്യത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം എഴുതി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിലൊരു പ്രോഗ്രാം എഴുതി, അതിലെഴുതിയ പ്രോഗ്രാം പുഷ് ചെയ്യുന്നു. ആ പുഷ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷമല്ല, ഞാൻ പറഞ്ഞ എൻഡിലല്ല. നമ്മളെപ്പോഴും ഗിറ്റാണ് നോർമലി എല്ലാവരും ഉപയോഗിക്കുക. ഗിറ്റ് അല്ലെ ഗിറ്റ് ഹബ് ആണ് നോർമലി ഈ റിമോട്ട് വർക്കിങ്ങിന് എല്ലായ്പ്പോഴും ഈ പ്രോഗ്രാമേഴ്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ, ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡ് റെപ്പോസിറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗിറ്റ് അല്ലെ ഗിറ്റ് ഹബ് ആണ്. അപ്പോൾ ഗിറ്റ് ഹബിലേക്ക് ആയിരിക്കും പുഷ് ചെയ്യുക. ഗിറ്റ് ഹബിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അവസാനമല്ല പുഷ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം എല്ലാം ലോക്കലി എഴുതി വെച്ചിട്ട് അവസാനമല്ല കൊണ്ട് പുഷ് ചെയ്യുക. പകരം നമ്മൾ ഓരോ ഫേസ് ആയിട്ടാണ് പുഷ് ചെയ്യുക. ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അടുത്ത്, ഇങ്ങനെയാണ് പുഷ് ചെയ്യുക. അപ്പോൾ ഓരോ ഫേസ് കഴിയുമ്പോഴും ഇത് പുഷ് ചെയ്യും. അങ്ങനെ ഒരു ഫേസ് കഴിഞ്ഞു, നമ്മൾ ഇവിടെ കോഡ് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ പുഷ് ചെയ്ത കോഡ് എന്താണോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വൾനറബിലിറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ റീറൈറ്റ് ചെയ്യാം, കോഡ് റീറൈറ്റ് ചെയ്യാം. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഫുൾ കോഡ് കംപ്ലീറ്റ് എത്തി, പ്രൊഡക്ഷൻ്റെ സമയം എത്തിയിട്ടില്ല. എവിടെ നമ്മളുടെ പ്രോഗ്രാമിംഗ് നടക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കോഡ് റൈറ്റിംഗ് നടക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്തും ചെയ്യും, ടെസ്റ്റിംഗ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്കുള്ള കോഡ് വീണ്ടും പുഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഫേസിലേക്കുള്ള കോഡ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സെക്യൂരിറ്റി ടെസ്റ്റിംഗ് കഴിയുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഫേസ് ബൈ ഫേസ് പ്രോഗ്രാം അപ്ഡേറ്റ് ആവുന്നതിനോ അല്ലെങ്കിൽ പ്രോഗ്രാം പുഷ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, പെൻ ടെസ്റ്റിംഗ് ചെയ്ത് പോവുക. അതായത് ഇതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് എൻഡിലേക്ക് സെക്യൂരിറ്റി മാറ്റുന്നതിന് പകരം ആദ്യം സെക്യൂരിറ്റി കൊണ്ടുപോകുക. അതിനെയാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ കോൺസെപ്റ്റിനാണ് നമ്മൾ SSDLC അല്ലെങ്കിൽ സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, SSDLC എന്ന് പറയും. SDLC മോഡലുകളെ നമ്മൾ മറന്നിട്ട് നമ്മൾ എന്തിലേക്ക് വന്നു, SSDLC മോഡലുകളിലേക്ക് വന്നു, അല്ലെങ്കിൽ സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ മോഡലിലേക്ക് വന്നു. ഈ SSDLCയുടെ ഇംപ്ലിമെന്റേഷൻ, ഈ SSDLC അല്ലെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഇംപ്ലിമെന്റേഷനാണ് നമ്മൾ CI/CD പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്.
CI/CD പൈപ്പ്. ഇത് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടോ ഈ CI/CD പൈപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഈ കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CI/CD പൈപ്പിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരാൾ കോഡ് എഴുതുന്നു, ആ എഴുതിയ കോഡ് പുഷ് ചെയ്യും. കോഡ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഇത് മാനുവലി നടക്കുന്ന ഒരു പ്രോസസ് അല്ല, നമ്മൾ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യും. കാര്യം ഇത് ഈ സെക്യൂരിറ്റിയുടെ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻകൺവീനിയന്റ് ആവാനുള്ള കാരണം അതെടുക്കുന്ന ടൈമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അതിൽ ഇങ്ങനെ പ്രോഗ്രാം എഴുതി വന്ന് അവസാനം സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലം പറയുമ്പോൾ വീണ്ടും പ്രോഗ്രാം റീറൈറ്റ് ഉണ്ട്. അത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് പണ്ടായാലും ഇപ്പോഴായാലും അതിൽ വലിയ വ്യത്യാസം വരും. നിങ്ങൾ മാനുവലി സോഴ്സ് കോഡ് റിവ്യൂ ചെയ്യുന്ന ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈം കളയാനായിട്ട് വേണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ സാസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. സാസ്റ്റ്, സ്റ്റാറ്റിക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. സാസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ പ്രോഗ്രാം പുഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സോഴ്സ് കോഡ് റിവ്യൂ ചെയ്യുന്ന പല ടൂളുകളുണ്ട്. ഈ പല ടൂളുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമേറ്റ് ചെയ്ത് ഈ പറയുന്ന അസസ്മെന്റ് ചെയ്യുക. അപ്പോൾ അതിലൊരു പ്രോഗ്രാം എഴുതി, അതിലത് നമ്മുടെ ഗിറ്റിലേക്ക് പുഷ് ചെയ്തു, നമ്മുടെ കമ്പനിയുടെ ഗിറ്റബിലേക്ക് പുഷ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഗിറ്റബിലേക്ക് പുഷ് ചെയ്ത് ആ മൊമെന്റിൽ തന്നെ നമ്മളുടെ സാസ്റ്റ് ടൂൾ ഏതാണോ ആ ടൂൾ അവിടെ കയറി ടൂൾ നോക്കും, പ്രോഗ്രാം അസസ് ചെയ്യും, എന്തെങ്കിലും സെക്യൂരിറ്റി വൾനറബിലിറ്റി ഉണ്ട് അപ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുക്കും. അതായത് അവിടെ ഒരു ആളിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ആവശ്യം, ഒരു മാനുവൽ ഇന്റർവെൻഷൻ അവിടെ ആവശ്യമില്ല. ഇങ്ങനെ അതിന് ഓട്ടോമേറ്റ് ചെയ്യും. ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ ഓഫ് കോഡ് വന്നു, അതും ടെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത വന്നു, അതും ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി അഷ്യൂറൻസ് വേണം, QA പ്രോസസ് വേണം, QA ടെസ്റ്റ് ചെയ്യും. QA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ പ്രോസസ്സും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് മാനുവൽ ഇന്റർവെൻഷനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതായത് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് STP എന്ന് വിളിക്കും, സ്ട്രൈറ്റ് ത്രൂ പ്രോസസ്സിംഗ്. സ്ട്രൈറ്റ് ത്രൂ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മാനുവൽ ഇന്റർവെൻഷൻ ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അടുത്ത ടെസ്റ്റിംഗ് കഴിയും, അത് QA ടെസ്റ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും, QA ടെസ്റ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലോ ഇല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CI/CD പൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DevSecOps പൈപ്പ് അല്ലെങ്കിൽ DevOps പൈപ്പ്. ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടു. ഇതാണ് ഒരു എക്സാമ്പിൾ CI/CD പൈപ്പ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു എക്സാമ്പിൾ CI/CD പൈപ്പ്. അതായത് ഞാനിപ്പോ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അതിലൊരു സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി അത് ഗിറ്റബിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ CI/CD ഉള്ളിലായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ, ഈ പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരു ഡെവലപ്പർ എൻ്റെ ഇത് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഈ പറയുന്ന പോലെ ലൈക്ക് അതിൽ സൈനപ്പ് ക്രിയേറ്റ് ചെയ്തു, പുഷ് ചെയ്തു, ആ ചേഞ്ച് കമ്മിറ്റ് ചെയ്തു, ഗിറ്റബിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ട്രിഗർ ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും, ഓട്ടോമാറ്റിക്കലി ബിൽഡ് ട്രിഗർ ചെയ്യും. അത് കഴിഞ്ഞ് സാസ്റ്റ് ടെസ്റ്റിംഗ് നടക്കും. സാസ്റ്റ് ടെസ്റ്റിംഗ് നടന്നു, സാസ്റ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത QA ടെസ്റ്റ് ഉണ്ടാവും, ആ QA ടെസ്റ്റ് നടക്കും. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കണം. ആ ഒരു ഹോൾ പ്രോസസ്സ്, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ CI/CD പൈപ്പിലാണ്. ഒരു ഹോൾ പ്രോസസ്സ് ഉണ്ട്. ചേഞ്ച് കമ്മിറ്റ് ആവുന്നു, ബിൽഡ് ട്രിഗർ ആവുന്നു, ബിൽഡ് സ്റ്റോർ ചെയ്യുന്നു. ബിൽഡ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബിൽഡിന്റെ ഔട്ട്കം? ഒന്നെങ്കിൽ സക്സസ് ആയിരിക്കും, അല്ലെ ഫെയിലിയർ ആയിരിക്കും. ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാക്കേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്ത്. ഓക്കെ, അത് ചിലപ്പോൾ എഴുതിയ കോഡ് ബിൽഡ് ആവില്ലായിരിക്കാം. നമ്മൾ കോഡൊക്കെ എഴുതി നമ്മൾ പുഷ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇതെനിക്കൊന്ന് +1 +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടോ? മറ്റേ C++, നമ്മൾ മറ്റേ സാധനം എഴുതുമല്ലോ, Conio.ih. ആ സാധനം ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ആ സാധനം ഉണ്ടായിരുന്നു. മറ്റേ ഇൻപുട്ട് Conio.ih എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കോഡൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ കമ്പൈൽ പ്രസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കുറെ എററുകൾ വരും, അല്ലെങ്കിൽ സക്സസ് മെസ്സേജ് വരും. റൈറ്റ്, ഇതേ സാധനം തന്നെയാണ് ബിൽഡിൽ സംഭവിക്കുക. നമ്മളൊരു കോഡ് എഴുതി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു എറർ വരും, അല്ലെങ്കിൽ സക്സസ് വരും. നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും സിൻടാക്സ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പ്രോഗ്രാമിൽ എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ എറർ വരും, അല്ലെങ്കിൽ അത് ബിൽഡ് ആവും. ഈ ബിൽഡ് ആയി കഴിഞ്ഞ സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ബിൽഡ് ആയി കഴിഞ്ഞ സാധനത്തിലാണ് നമ്മൾ സാസ്റ്റിന്റെ ടെസ്റ്റും QA ടെസ്റ്റും, അതായത് ഈ സ്ട്രെസ് ടെസ്റ്റ്, അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ബിൽഡ് ആയി കഴിഞ്ഞ സാധനത്തിലാണ്. അങ്ങനെ ബിൽഡ് ആയി കഴിഞ്ഞ സാധനത്തിൽ ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത സ്റ്റേജിലേക്ക്. ഇങ്ങനെ ഓരോ കോഡ് വരുന്നതും എല്ലാം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്ത് ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. ഇതിലൊരു മാനുവൽ ഇന്റർവെൻഷൻ ഇല്ല, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രോസസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ടോട്ടൽ ഡെവലപ്മെന്റിന് എടുക്കുന്ന ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സേവ് ചെയ്യേണ്ടത്. കാര്യം എത്ര ഏർലിയർ ആയിട്ട് നമുക്ക് പ്രൊജക്ട് തീർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നമ്മളൊരു പ്രൊജക്ട് 3 മാസത്തിലെ പ്രൊജക്ട് നമുക്ക് 2 മാസത്തിൽ തീർക്കാൻ പറ്റും, അത്രയും നല്ല കാര്യമാണ്. നമുക്ക് കോസ്റ്റ് അത്രയും കുറഞ്ഞു. ഇനി 3 മാസത്തെ പ്രൊജക്ട് 6 മാസത്തിലേക്ക് പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാണ്. അപ്പോൾ നമുക്ക് ടൈം ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് CI/CD പൈപ്പ് ലൈൻ. ഈ CI/CD പൈപ്പ് ലൈൻ ഒരു ഫിക്സ്ഡ് സെറ്റപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത്
ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ടതല്ല മറ്റൊരു ഓർഗനൈസേഷന് വേണ്ട. ഓരോ ഓർഗനൈസേഷന്റെയും റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഓർഗനൈസേഷനും വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് CICD-ക്കകത്തില്ല. അതായത് ഓരോ ഓർഗനൈസേഷനും അവർക്ക് വേണ്ട രീതിയിലാണ് ഒരു CICD പൈപ്പ് ലൈനെ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ഓർഗനൈസേഷൻ അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, കാര്യം ഈ ടൂളുകൾ എന്ന് പറയുന്നത് ഫ്രീ അല്ല, എല്ലാ ടൂളുകൾക്കും പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് നോക്കണം, ബഡ്ജറ്റിനനുസരിച്ച് നമ്മളുടെ റിക്വയർമെന്റ് നീഡ് എന്താണ് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു CICD പൈപ്പ് ലൈൻ ഉണ്ടാക്കുക. ഞാൻ എക്സാമ്പിൾ പൈപ്പ് ലൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ വൺ ഓഫ് ദ ക്ലയൻസിന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ആർക്കിടെക്ചറാണ്. ഞാൻ അത് കാണിച്ചത്. ഈ ഒരു CICD പൈപ്പ് ലൈനിനുള്ളിൽ കുറെ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, കുറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഫെയിൽ ആയെന്ന് വിചാരിക്കും, അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ കണ്ടിന്യൂ ആവും? ഇല്ല, പ്രോസസ് ഫെയിൽ ആവുന്ന എവിടെയാണോ അത് അവിടെ വെച്ചിട്ട് പോസ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഒന്നെങ്കിൽ ഇത് നോർമൽ ഓർഗനൈസേഷനിൽ നടക്കുന്ന എന്താ വെച്ചാൽ എവിടെയാണോ ഫെയിൽ ആവുന്നത്, ഒന്നെങ്കിൽ ഒരു ജിറയാണ് യൂസ് എങ്കിൽ ജിറയിലൊരു ടിക്കറ്റ് റൈസോ, മാനേജർ ജിറയാണ് അതിനകത്തൊരു ഒരു കേസ് റൈസോ, ടിക്കറ്റ് നമുക്ക് അസൈൻ ഉണ്ടാവും. നമ്മളത് നോക്കുന്നു, എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ അത് എന്നിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ആണ് പ്രോസസ്. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നോർമലി ഇതാണ്. പിന്നെ അതിനെയും ഓട്ടോമേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നോർമലി അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും എറർ വന്നാൽ അവിടെ പോസ് ആയിട്ട് കേസ് റൈസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ സോൾവ് ചെയ്ത് വീണ്ടും പൈപ്പ് ലൈൻ കണ്ടിന്യൂ ചെയ്യും. സോ ഇത് വൺ ഓഫ് ദ പ്രപ്പോസലാണ്. ഞാൻ എൻ്റെ ഒരു ക്ലയന്റിന് ക്രിയേറ്റ് ചെയ്തൊരു പ്രപ്പോസലാണ്. അപ്പോൾ ഈ പ്രപ്പോസലിനകത്ത് അവരുടെ അതൊരു സെൻട്രൽ ബാങ്ക് ആണ്. നമ്മുടെ ഇന്ത്യയിലെ RBI എന്ന് പറയുന്ന പോലെയാണ് അവിടുത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ബാങ്കിന്റെ നീഡിനനുസരിച്ചുള്ള പൈപ്പ് ലൈനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞ, ഓരോ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോ ഓർഗനൈസേഷനും ഓരോ റിക്വയർമെന്റ് ആണ്. പിന്നെ അതുപോലെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്ന ദിവസം തന്നെ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന CICD ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് അതിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക, CICD പറ്റി ആലോചിക്കുക. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം അവർക്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്താണോ അതിനകത്തേക്ക് എങ്ങനെ CICD കൊണ്ടുവരാമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു CICD പൈപ്പ് ലൈൻ ഇംപ്ലിമെന്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഈ ഒരു കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രപ്പോസ്ഡ് ആർക്കിടെക്ചർ നോക്കുക. പ്രപ്പോസ്ഡ് ആർക്കിടെക്ചർ ഇതാണ്. അതായത് അതിന്റെ ഒരു പ്രോസസ്സ് ഇതാണ്. അവരുടെ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡെവലപ്പർ എന്ത് ചെയ്യുന്നു, ഡെവലപ്പർ പ്രോഗ്രാം എഴുതുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് അതിലാണ് ഡെവലപ്പർ, അതിൽ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം എഴുതുന്നു. ഈ എഴുതിയ പ്രോഗ്രാം എങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക, അവർ ഗിറ്റാണ് യൂസ് ചെയ്തത്. സോ കോഡ് റെപ്പോസിറ്ററി ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്നു. ഇവിടെ ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിറ്റിനകത്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗിറ്റ് എന്ത് ചെയ്യും, ഗിറ്റിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം അവിടെ ബിൽഡ് നടക്കുന്നു. അവിടെ ബിൽഡ് നടന്നതിന് ശേഷം ബിൽഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അവിടെയാണ് എന്തെങ്കിലും ബിൽഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായെന്ന് വെച്ചാൽ, ബിൽഡിൽ ഒരു ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരെ നോട്ടിഫൈ ചെയ്യും, അത് നമ്മളുടെ അതുലിനെ നോട്ടിഫൈ, അതൊരാണ് ഡെവലപ്പർ, അതുലിനെ നോട്ടിഫൈ ചെയ്യും. ബിൽഡിൽ ഇന്നൊരു എറർ ഉണ്ട്, ബിൽഡ് ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതിലെന്ത് ചെയ്യും, എന്താണോ ഫെയിൽ ആയതിന്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് ആ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അത് മാറ്റം വരുത്തി വീണ്ടും മുമ്പോട്ട് പോകും. എന്നിട്ട് അങ്ങനെ ബിൽഡ് വെരിഫൈ ചെയ്ത് ബിൽഡ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇതിനൊരു ആർട്ടിഫാക്ട് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡുകൾ ഉണ്ടല്ലോ, ഓരോ ബിൽഡും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ആർട്ടിഫാക്ട് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ആർട്ടിഫാക്ട് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത് ഇവിടെ JFrog എന്ന് പറയുന്ന JFrogന്റെ ആർട്ടിഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. JFrogന്റെ ആർട്ടിഫാക്ടർ എന്ന് പറയും, JFrog ആർട്ടിഫാക്ടർ. ഇതാണ് JFrog ആർട്ടിഫാക്ടർ. ഇതിനകത്താണ് നമ്മൾ ആർട്ടിഫാക്ടറുകൾ മാർക്ക് ചെയ്യുക. അതായത് ആർട്ടിഫാക്ടറുകൾ സ്റ്റോർ ചെയ്യാനും ബിൽഡ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് JFrogന്റെ ആർട്ടിഫാക്ടർ. ഇത് ക്ലയന്റിനെ സജസ്റ്റ് ചെയ്തതാണ്. ഓരോന്നും അത് ആ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് കേട്ടോ. അങ്ങോട്ട് ആലോചിക്കണം, ഓരോ ക്ലയന്റ് ചിലപ്പോൾ മറ്റൊരു ക്ലയന്റിന് റെപ്പോസിറ്ററി ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ബിൽഡ് അങ്ങനെ സൂക്ഷിക്കണമെന്നില്ല. ഇത് സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ടും അവർക്ക് ഒരുപാട് ഗൈഡ് ലൈൻ ഫോളോ ചെയ്യേണ്ടതുകൊണ്ടും അവരെന്ത് ചെയ്യണം, ഇത് അവർക്ക് നിർബന്ധമായിട്ട് സൂക്ഷിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് അത്. അപ്പോൾ എനിവേ അത് സ്റ്റോർ ചെയ്യുന്നു. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡ് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകണം, ബിൽഡ് ഡെവലപ്മെന്റ് സെർവറിലാണുള്ളത്. ഡെവലപ്മെന്റ് സെർവറിൽ ഉള്ളപ്പോഴാണ് പ്രോഗ്രാം എഴുതുന്നത്, പ്രോഗ്രാം ബിൽഡ് ആവുന്നതൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റേജിങ് സെർവറിലേക്ക് പോകും. സ്റ്റേജിങ് സെർവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിങ് സെർവർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റേജിങ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജിങ് സെർവർ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് എന്താണോ നടക്കേണ്ടത് അവിടെ ടെസ്റ്റിംഗ് നടക്കുക. അത് ഈ സ്റ്റേജിങ് സെർവറിലേക്ക് പോകാനായിട്ട് അതും ഓട്ടോമേറ്റഡ് ആണ്. അതായത് ഓരോ വട്ടം ഓരോ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് സ്റ്റേജ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പുതിയ സെർവർ ക്രിയേറ്റ് ആണ് ചെയ്യുക. സെർവർ എന്ന് പറഞ്ഞാൽ പുതിയൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ആസ് ഓഫ് നൗ ഒരു പുതിയ VM ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് മാറ്റാണ് വേണ്ടത്. ഇനി അവരിപ്പോൾ VM ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ VM ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഒരു വിർച്വൽ മെഷീൻ ഉണ്ടാക്കുന്നത്. ആ വിർച്വൽ മെഷീൻ നമ്മൾ ആൻസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു
അതൊരു സ്ക്രിപ്റ്റിംഗ് പോലെയാണ് ആൻസിബിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ IAC അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്നൊരു കോൺസെപ്റ്റ് വെച്ച് ആൻസിബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ആൻസിബിൾ, ടെറാഫോം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി VM ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. നമ്മളപ്പോൾ ഇപ്പോൾ ഒരു ബിൽഡ് കഴിഞ്ഞു, ആ ബിൽഡ് കഴിഞ്ഞാൽ സ്റ്റേജിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ആൻസിബിൾ എന്ത് ചെയ്യും, ആൻസിബിൾ ഒരു VM ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ VMനകത്തേക്കാണ് ഇടുക. ആ VMനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ അവിടെ എന്തൊക്കെ ടെസ്റ്റിംഗ് ചെയ്യണം, അതായത് ഇവിടെയാണ് നമ്മളുടെ ടെസ്റ്റിംഗ് ഉള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രീ ഡിപ്ലോയ്മെന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ഡാസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ സാസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഓരോ പോയിന്റിലുണ്ട്. സാസ്റ്റ് എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. അതായത് സാസ്റ്റ് ഞാൻ സ്പെസിഫിക്കലി ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ സാസ്റ്റ് ശരിക്കും ഇവിടെ എല്ലായ്പ്പോഴും നടക്കും. ഗിറ്റബിലേക്ക് പോകുന്ന സമയത്ത് തന്നെ സാസ്റ്റോട് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെക്ക് മാർക്സ് 1 ആണ്. ചെക്ക് മാർക്സ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് മാർക്സിന്റെ സാസ്റ്റ് ആണ്. പിന്നെ സ്നിക്ക് ഉണ്ട്. സ്നിക്കിന്റെ SE എന്ന് പറയും. സ്നിക്കിന്റെ SE എന്ന് പറഞ്ഞാൽ സ്നിക്ക് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ലൈബ്രറീസും ഒക്കെ അതിന്റെ സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടിയിട്ടാണ് സ്നിക്ക് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒരുപാട് ഓപ്പൺ സോഴ്സ് ലൈബ്രറികൾ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ലൈബ്രറികൾ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ലൈബ്രറീസിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് സ്നിക്കിന്റെ ഉദ്ദേശം. സ്നിക്ക് അതേപോലെ തന്നെ സീക്രട്ട് സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും API കീ എഴുതി വെച്ചിട്ടുണ്ടോ, പാസ്വേഡ് എഴുതി വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഗിറ്റബിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ടെസ്റ്റിംഗ് കഴിയണം. അതാണ് സാസ്റ്റ് അവിടെ ഓൾറെഡി അവിടെ നടക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ടിഫാക്ട് മാനേജ്മെന്റിലേക്കൊക്കെ വരുന്നത്. അതായത് ഈ സാസ്റ്റ് കഴിഞ്ഞ സാധനമേ എവിടെ എത്തുള്ളൂ, ബിൽഡിൽ എത്തുള്ളൂ. സാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞാലേ ബിൽഡിൽ എത്തുള്ളൂ. നമ്മൾ JFrogൽ സേവ് ചെയ്യുള്ളൂ. ആ JFrogൽ സേവ് ചെയ്ത സാധനം സ്റ്റേജിങ്ങിലേക്ക് പോകും. സ്റ്റേജിങ്ങിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്ന് സ്റ്റേജിങ്ങിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഡാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയും. സാസ്റ്റ് സ്റ്റാറ്റിക് ആണ്, ഡാസ്റ്റ് ഡൈനാമിക് ആണ്. ഡൈനാമിക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ മറ്റേ ബർബ് സ്യൂട്ട് ഉപയോഗിക്കുക, അതേപോലെ നെസസ്, ഒവാസ്പിന്റെ സാപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂളുകളൊക്കെ. അപ്പോൾ ഈ ഓരോ ടാർഗറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പെൻറ്റേറ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ആ ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്തു, പെൻറ്റേറ യൂസ് ചെയ്തു. അങ്ങനെ അവരുടെ ഒരു ഡൈനാമിക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, അതായത് അതിനകത്തുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസിനെ ബർബ് സ്യൂട്ടും നെസസും ഒക്കെ അയച്ച് ഐഡന്റിഫൈ എന്ന് പറയും. അങ്ങനെ ഡാസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് അത് ഒരു അപ്രൂവൽ ഗേറ്റ് ഉണ്ട്. കാര്യം ഇവർക്ക് ഒരു ഹ്യൂമൻ കൺട്രോൾ ആവശ്യമാണ്. അവർക്ക് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ കൺട്രോൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു അപ്രൂവൽ ഗേറ്റോടെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്രൂവൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അപ്രൂവ് ചെയ്യണം. ഇപ്പൊ അതിൽ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം എങ്ങനെയാണ് സ്കാനിങ് നടന്നതെന്ന് ആലോചിച്ചാൽ അതിൽ ക്രിയേറ്റ് ചെയ്തു, അത് ഗിറ്റബിലേക്ക് ഇട്ടു. അത് മാത്രമാണ് ഒരു ഹ്യൂമൻ അവിടെ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഗിറ്റബിൽ നിന്ന് അവിടെ സാസ്റ്റ് നടന്നു. ചെക്ക് മാർക്സ് വെച്ച് സാസ്റ്റ് ചെയ്യുന്നു. ചെക്ക് മാർക്സ് സാസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, അവിടെ നേരെ ബിൽഡ് ചെക്ക് ചെയ്തു. ബിൽഡ് സക്സസ്ഫുൾ ആയെങ്കിൽ അത് ആർട്ടിഫാക്റ്റിലേക്ക് പോയി സേവ് ആയി. ആർട്ടിഫാക്റ്റിൽ നിന്ന് അത് സ്റ്റേജിംഗ് സെർവറിലേക്ക് പോയി. സ്റ്റേജിംഗ് സെർവറിൽ ബർബ് സ്യൂട്ട്, നെസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്തു. പിന്നെ QAയും അവിടെ തന്നെ ടെസ്റ്റ് ചെയ്തു. നമ്മൾ ഈ സെലേനിയം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റേ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു. അതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്രൂവൽ ഗേറ്റിലേക്ക് എത്തുക. അപ്രൂവൽ ഗേറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൺട്രോൾ ആണ്. അപ്പോൾ ഹ്യൂമൻ കൺട്രോൾ ഉണ്ട്. ആരാണോ അപ്രൂവ് ചെയ്യേണ്ട ആൾക്കാരെ ഡെവലപ്പേഴ്സ് ആയിരിക്കില്ല, നോർമലി സൂപ്പർവൈസേഴ്സോ മാനേജേഴ്സോ സിസോയോ അങ്ങനെ ആരാണോ അതിന്റെ അതോറിറ്റി ആരാണോ അവർക്ക് അപ്രൂവ് ചെയ്യും. അവർ അപ്രൂവ് ചെയ്യുന്നു. അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം പ്രൊഡക്ഷനിലേക്ക് പോകും. പ്രൊഡക്ഷൻ പ്രൊവിഷനിങ് ഡിപ്ലോയ്മെന്റ്. പ്രൊഡക്ഷൻ പ്രൊവിഷനിങ് അവിടെയും ആൻസിബിൾ തന്നെയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ സെർവർ ആര് ക്രിയേറ്റ് ചെയ്യും, ആൻസിബിൾ ക്രിയേറ്റ് ചെയ്യും. ആൻസിബിൾ ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റ് ചെയ്യും. ആ സെർവറിലേക്ക് കോഡ് പോകും, ബിൽഡ് ചെയ്ത സാധനം പോകും. ആ സാധനം എന്താവും, ആ സാധനം പ്രൊഡക്ഷനിലേക്ക് പോകും. ഇത്രയുമാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഹോൾ പ്രോസസ്സിന് ഇത്രയുമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൂളുകൾ. ഈ ടാർഗറ്റിനെ സംബന്ധിച്ചിടത്തോളം അഗൈൻ ക്ലയന്റിനനുസരിച്ചാണ് ഓരോ ക്ലയന്റിനും ഇത് മാറും. ഈ ക്ലയന്റിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടൂൾസുകളാണ്. ഓരോ സ്റ്റേജിലും എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ടൂൾസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സും ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കുന്നത്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി പെൻടെസ്റ്റേഴ്സ് വേണ്ട ഏകദേശം വേണം, അവരൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഇത് ഓട്ടോമേറ്റഡ് ആണ്. ഒരു ഫർദർ എന്തെങ്കിലും ടെസ്റ്റിംഗ് ആവശ്യമുണ്ടെങ്കിലാണ് അവർ അതിനകത്ത് ഇടപെടുക. ഇവിടെ യൂസ് ചെയ്യുന്ന ടൂളുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെക്കമെൻഡഡ് ടൂളുകളാണ് ഞാൻ പറയുന്നത്. റെക്കമെൻഡഡ് ടൂളുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗിറ്റബ് എന്റർപ്രൈസ്, അത് കാര്യം അവർ ഓൾറെഡി ഗിറ്റബ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ആണ് അവരുടെ എൻവയോൺമെന്റ്, ലൈക്ക് AD എൻവയോൺമെന്റ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഗിറ്റബ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഗിറ്റബും മൈക്രോസോഫ്റ്റും ഇറ്റ്സ് ബെറ്റർ. ദെൻ അതിനുശേഷം സാസ്റ്റ് ചെയ്യാനായിട്ട്, സ്റ്റാറ്റിക് കോഡ് അനാലിസിസ് എന്ന് പറയുന്നത് സാസ്റ്റ് ചെയ്യാനായിട്ട് ചെക്ക് മാർക്സ് 1 എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു ടൂള്. ചെക്ക് മാർക്സ് 1 പക്ഷെ അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഏറ്റവും നല്ല ടൂളാണ്. ഞാൻ ഇതുവരെ ഗ്ലോബലി കൺസൾട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻസിലും ഒരു ഭൂരിഭാഗം ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന സാസ്റ്റ് ചെക്ക് മാർക്സ് 1 ആണ്. ഭൂരിഭാഗവും ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു ഭൂരിഭാഗം. ഇനി ആരെങ്കിലും എന്നോട് അഡ്വൈസ് ചോദിച്ചാലും ഞാൻ എപ്പോഴും അവരോട് പറയാൻ ചെക്ക് മാർക്സ് യൂസ് ചെയ്യണം. ചെക്ക് മാർക്സ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അത് കഴിഞ്ഞ് ചെക്ക് മാർക്സ് 1, അത് കഴിഞ്ഞിട്ട് SE അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി അനാലിസിന് വേണ്ടിയിട്ട് നമ്മൾ സ്നിക്കാണ് യൂസ് ചെയ്യുക. സ്നിക്കാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ, ഓപ്പൺ സോഴ്സ് ലൈബ്രറീസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കാര്യം ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പൈത്തണിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പൈത്തണിൽ നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾ 1 or 2 ഓപ്പൺ സോഴ്സ് ലൈബ്രറി എങ്കിലും ഉപയോഗിക്കും. ഓപ്പൺ സോഴ്സ് ലൈബ്രറി എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണ്.
കാരണം അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അത്. പൈത്തൺ മാത്രമല്ല, ഈ ക്ലയന്റ് .NET ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അവർ .NET ഒരുപാട് എക്സ്റ്റേണൽ ലൈബ്രറികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ എക്സ്റ്റേണൽ ലൈബ്രറിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ആര് വേണം? അതിനാണ് SCA എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഡിപ്പെൻഡൻസി അനാലിസിസ്. ഈ SCA പ്രോസസ്സ് ചെയ്യാനാണ് സ്നിക്ക് ഉള്ളത്. സ്നിക്ക് സെക്യൂരിറ്റിയിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ളൊരു ടൂളാണ് സ്നിക്ക് കേട്ടോ. സ്നിക്ക് ഇതാണ് സ്നിക്ക് എന്ന് പറയുന്നത്. സ്നിക്ക് വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്നിക്ക് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആണ്, ഒരുപാട് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നതാണ് സ്നിക്ക്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് SCA അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി അനാലിസിസ്, എന്തെങ്കിലും ഓപ്പൺ സോഴ്സ് ലൈബ്രറീസിന് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ SBOM മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയും. SBOM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ബിൽ ഓഫ് മെറ്റീരിയൽസ്, അതാണ് SBOM. ഇതാണ് SBOM. ഇതൊക്കെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ആസ് എ സെക്യൂരിറ്റി പേഴ്സൺ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. ഇത് നോർമലി ഡെവലപ്പേഴ്സിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷേ അഗെയിൻ ആസ് എ സെക്യൂരിറ്റി പേഴ്സൺ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. SBOM എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നോർമലി ഒരു സാധനം, ഇപ്പോൾ നിങ്ങളൊരു വീട് പണിയുമ്പോൾ ആ വീട് പണിയാനായിട്ട് വേണ്ട സാധനങ്ങൾ നിങ്ങൾ എഴുതി വെക്കുമല്ലോ. അതിനകത്ത് എത്ര സിമെന്റ് ഉപയോഗിച്ചു, എത്ര കട്ട ഉപയോഗിച്ചു, എത്ര തടി ഉപയോഗിച്ചു, ഇതിനൊരു കണക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ. അതായത് 50 ചാക്ക് സിമെന്റ് അല്ലെങ്കിൽ 60 ചാക്ക് സിമെന്റ് എന്നൊരു കണക്ക് നമ്മളുടെ ഉണ്ട്. ഇതേപോലെ സോഫ്റ്റ്വെയർസിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ബിൽ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ SBOM എന്ന് പറയുന്നത്. ഈ SBOM ഒരുപാട് ടൂളുകളുണ്ട് ഓട്ടോമാറ്റിക്കലി SBOM ജനറേറ്റ് ചെയ്യുന്നത്. സ്നിക്ക് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്നിക്ക് മാത്രമല്ല വേറെ ടൂളുകൾ ചെയ്യും. ഇപ്പോൾ SBOMന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫുൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ അതിനകത്ത് എന്തൊക്കെ ലൈബ്രറികൾ ഉപയോഗിച്ചു, ഏതൊക്കെ എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസികളുണ്ട്, ഇതിന്റെ ഒരു ലിസ്റ്റാണ് SBOM എന്ന് പറയുന്നത്. SBOM മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SBOM മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഗുണം, നിങ്ങൾ എത്ര ലൈബ്രറികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ ലൈബ്രറി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ലൈബ്രറി എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി ആരെങ്കിലും പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റും. അതായത് ഈ വൾനറബിലിറ്റി ഇന്ന ലൈബ്രറിയിലുണ്ട്, ആ ലൈബ്രറി നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് വൾനറബിൾ എന്താണ് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SBOM മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ SBOM മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെക്ക് മാർക്സ് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ അഗൈൻ എക്സ്പെൻസീവ് ആണ് ചെക്ക് മാർക്സ്. അതിനുശേഷം IAC സ്കാനിങ്, അതിനുശേഷം ഡാസ്റ്റിൽ നമ്മൾ ബോബ് സ്യൂട്ട് എന്റർപ്രൈസ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ നെസസ്, പെൻഡേറയാണ് അവരുടെ എക്സിസ്റ്റിംഗ്, അതുകൊണ്ട് പെൻഡേറ പറയുന്നത്. പെൻഡേറ നോർമലി അങ്ങനെയുള്ളത്, പക്ഷേ പെൻഡേറ അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പറയുന്നത്. അതിനുശേഷം IAC സ്കാനിങ് എന്ന് പറഞ്ഞാൽ, IAC എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്ന് പറയും. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്ന് പറഞ്ഞാൽ ഇവരിനകത്ത് ഡോക്കർ ഉപയോഗിക്കുന്നുണ്ട്, VM ഉപയോഗിക്കുന്നുണ്ട്, ഡോക്കറിനെ മാനേജ് ചെയ്യാൻ Kubernetes ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ? കാര്യം ഡോക്കറിനകത്ത് വൾനറബിലിറ്റിക്കുള്ള സാധ്യത, Kubernetes വൾനറബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് IAC സ്കാനിങ് ചെയ്യും. അതിന് ചെക്കോ എന്ന് പറഞ്ഞൊരു ടൂളാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ചെക്ക് മാർക്സ് 1 അവിടെ ഉപയോഗിക്കാം. ഇതാണ് ചെക്ക് മാർക്സ് 1ന്റെ ഗുണം. കാര്യം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ടെസ്റ്റിങ്ങിനകത്തും സാസ്റ്റും ഡാസ്റ്റും IAC സ്കാനിങ്ങും ഇതെല്ലാം ആർക്ക് ചെയ്യാൻ പറ്റും, ചെക്ക് മാർക്സ് 1ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചെക്ക് മാർക്സ് 1 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളായിട്ടുള്ളത്. അത് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം MNCസും ആ ഒരു ചെക്ക് മാർക്സ് 1 തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിവേ അവർക്ക് ചെക്ക് മാർക്സ് 1 യൂസ് ചെയ്ത് IAC സ്കാനിങ് അത് ചെയ്തതിന് ശേഷം ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്ത് CI ഓട്ടോമേഷൻ അവിടെ പറയുന്നത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ഓട്ടോമേഷൻ എന്ന് പറയും. അതായത് ഈ ബിൽഡ് ചെയ്യുന്ന പ്രോസസ് ഓട്ടോമേറ്റിന്റെ ആ ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ജെൻകിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ജെൻകിൻസ് ആണ് ശരിക്കും CI/CD പൈപ്പ് ലൈനിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയും. അതായത് ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും, ഈ ആക്ടിവിറ്റീസിൽ ഓരോ കാര്യം നടക്കുമ്പോൾ അടുത്ത കാര്യം ട്രിഗർ ചെയ്യുന്നതും, അടുത്ത കാര്യം എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആക്കുന്നതും എല്ലാം ജെൻകിൻസ് ആണ്. ഈ ഫുൾ പൈപ്പ് ലൈനിനെ മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ജെൻകിൻസ് ആണ്. അപ്പോൾ ജെൻകിൻസിന് അങ്ങനെ പ്രത്യേകത, ജെൻകിൻസ് ആണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ജെൻകിൻസ് ആണ് ഇതെല്ലാം ഫുള്ള് ടോട്ടൽ പൈപ്പ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ജെൻകിൻസിനകത്താണ്. നമ്മൾ ആ ജെൻകിൻസ് ആണ് അതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മാനേജ് ചെയ്യുന്ന എല്ലാം ജെൻകിൻസ് ആണ് ചെയ്യുക. എനിവേ ജെൻകിൻസ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗിറ്റബ് ആക്ഷൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പക്ഷേ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് അല്ല, ജെൻകിൻസിന്റെ അത്രയല്ല. പിന്നെ അതായത് GitLab CI ഉണ്ട്. GitLab CI എന്ന് പറയുന്ന ഗിറ്റ്ഹബിനകത്ത് തന്നെയുള്ള GitLabനകത്തുള്ള CI പൈപ്പ് ലൈനാണ്. അതും ഈ CI/CD പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് GitLab CI എന്ന് പറയുന്നത്. അതും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എപ്പോഴും ജെൻകിൻസ് ഈസ് ദ ബെസ്റ്റ് വൺ. പിന്നെ ജെൻകിൻസ് ഓപ്പൺ സോഴ്സും കൂടിയാണ്, പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. അതിന് അതുപോലെ തന്നെ ഈ സെർവറുകൾ ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡെവലപ്മെന്റ് സെർവർ ഉണ്ടാക്കണം, സ്റ്റേജിങ് സെർവർ ഉണ്ടാക്കണം, പ്രൊഡക്ഷൻ സെർവർ ഉണ്ടാക്കണം. ഈ 3 സെർവർ ഇവരുടെ പ്രോസസ്സിനകത്തുണ്ട്. ഒരു ഡെവലപ്മെന്റ് സെർവർ, സ്റ്റേജിങ് സെർവർ, പ്രൊഡക്ഷൻ സെർവർ. ഈ സെർവറുകളും മനുഷ്യന്മാരിരുന്ന് ഉണ്ടാക്കാനുള്ള ടൈം എടുക്കുന്ന പരിപാടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം, ഇപ്പോൾ CBNനെ സംബന്ധിച്ചിടത്തോളം, സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് അവർക്കുണ്ട്. ഇന്റേണലി അവർക്ക് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ ഉണ്ട്.
ഓരോ ആപ്ലിക്കേഷനും ഈ 3 സെർവറാണ്. ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അവർ നെറ്റ്വർക്ക് ടീമിനോട് പറയും, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ടീമിനോട് പറയും. അവരിരുന്ന് ഒരു VM ഉണ്ടാക്കും. ഇവർക്ക് VM അസൈൻ ചെയ്യും. ടൈം എടുക്കുന്ന പരിപാടിയാണ്. കാര്യം ആ പ്രോസസ്സ് നടന്നു വരാനായിട്ട് മിനിമം ഒരു 3 ദിവസം എടുക്കും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, ആൻസിബിൾ വെച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് എപ്പോഴൊക്കെയാണ് അവർക്ക് ഡെവലപ്മെന്റ് സെർവർ ആവശ്യമില്ല ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വിത്തിൻ സെക്കൻഡ്സിന്റെ ഈ സെർവർ ക്രിയേറ്റഡ് ആയി വരും. VM ക്രിയേറ്റഡ് ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആൻസിബിളും ടെറാഫോമുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് രണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ ആർട്ടിഫാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ബിൽഡുകൾ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയ ബിൽഡുകൾ, ഈ ബിൽഡുകളെല്ലാം സേവ് ചെയ്ത് വെക്കാനായിട്ട് ആർട്ടിഫാക്ട് റെപ്പോസിറ്ററി ആണ്. അതിന് JFrog ഉണ്ട്, അല്ലെങ്കിൽ നെക്സസിന്റെ റെപ്പോസിറ്ററി യൂസ് ചെയ്യാം. രണ്ടും JFrog ആണ് ബെറ്റർ, ബട്ട് സ്റ്റിൽ നെക്സസ് യൂസ് ചെയ്യാം. പിന്നെ സീക്രട്ട് മാനേജർ, അതായത് API കീ, പാസ്വേഡ്, യൂസർ നെയിം, ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ഡാറ്റ അത് മാനേജ് ചെയ്യാനായിട്ട് HashiCorpന്റെ വോൾട്ട് ഉണ്ട്. HashiCorp വോൾട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ AWSന്റെ KMS എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അഷ്യൂറിന് കീ വോൾട്ട് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ദ ഓർഗനൈസേഷൻ, അത് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും ലോഗ് ചെയ്യാനും അതിന്റെ മോണിറ്ററിങ്ങിനും മറ്റുമായിട്ട് സോക്കിന്റെ അവിടെ സ്പ്ലങ്ക് ഉണ്ട്. സ്പ്ലങ്ക് എന്റർപ്രൈസ് നമുക്ക് ഇതിനകത്ത് ഭാഗമാണ്. അതുപോലെ ഇൻസിഡന്റ് റെസ്പോൺസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ടിക്കറ്റ് റൈസ് ചെയ്യാനായിട്ട് സർവീസ് നൗ ഉണ്ട്. സർവീസ് നൗ അല്ലെങ്കിൽ ജിറയോ യൂസ് ചെയ്യും. ഇത് ഫുൾ ടൂളുകൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യും. ഇത് കണക്ട് ചെയ്യുന്നത് ജെൻകിൻസ് വഴിയാണ്. ജെൻകിൻസ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അടക്കം ഇത് ട്രിഗർ ചെയ്തോളും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി എല്ലാ സ്റ്റേജിലും ഉണ്ട്. സെക്യൂരിറ്റി അവസാനമുള്ളത് ഇപ്പൊ SDLC വാട്ടർഫോൾ മോഡലുകളിലൊക്കെ സെക്യൂരിറ്റി ഏറ്റവും അവസാനമാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അവസാനം അല്ല, സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആദ്യമാണ് ആണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DevSecOps, ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 ഇതിനകത്തുണ്ട്. ഡെവലപ്മെന്റ് ഗിറ്റബ് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്, സാസ്റ്റി ഡാസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് എന്താ ഇവിടെ നടക്കുന്നത്? ഓപ്പറേഷൻസ് നമ്മളുടെ ആർട്ടിഫാക്ട് മാനേജ്മെന്റ്, സീക്രട്ട് മാനേജ്മെന്റ്, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ, ഓപ്പറേഷൻസ് അവിടെ. ഇത് 3 കൂടെ ചേരുന്ന പ്രോസസ്സിനാണ് DevSecOps അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എന്ന് പറയും. ഇതിൽ സെക്യൂരിറ്റി മാറ്റി ഡെവോപ്സ് മാത്രം, ഡെവലപ്മെന്റ് ഓപ്പറേഷൻസ് മാത്രമാണ് ഡെവോപ്സ്. അതിന്റെ ഒരു പ്രശ്നം അതിനകത്ത് സെക്യൂരിറ്റി ഇത്രയും ഭാഗമല്ല. അതിൽ ഡെവലപ്മെന്റ് ഓപ്പറേഷൻസും ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ് ഡെവോപ്സ് എന്ന് പറയാം. അതിനകത്ത് സെക്യൂരിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് DevSecOps എന്ന് പറയാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻ. ഇതൊരു DevSecOps പ്രോജക്റ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ CI/CD പൈപ്പ് ലൈൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഇതായിരുന്നു ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയാണ്. പക്ഷെ എല്ലാ കമ്പനികൾക്കും ഇതാണോ എന്ന് ചോദിച്ചാൽ അഗെയിൻ മൈ ആൻസർ ഇസ് നോ. ഇത് ഓരോ കമ്പനിക്കും ഓരോ ബിസിനസ്സിനും ഡിഫറെന്റ് ആണ്. ഇത് എന്റെ ഒരു വൺ ഓഫ് ദ ക്ലയന്റ്, ഒരു ബാങ്കിങ് ക്ലയന്റിനെ ആയതുകൊണ്ടാണ് ഇത്ര ഉള്ളത്. ഒരു ബാങ്കിങ് ക്ലയന്റിന് ഇതെല്ലാം പ്രോസസ്സ് ഇവർക്കെന്ന് പറഞ്ഞാൽ വേറെ കാര്യം കൂടെ ഉണ്ട്. ഒരു ബാങ്കിങ് ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെല്ലാം എന്ത് വേണം, ഒരു റെക്കോർഡ് വേണം. റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു. പക്ഷേ ഇത് മറ്റൊരു ക്ലയന്റിലേക്ക് വരുമ്പോൾ ഇത് മാറും. അപ്പോൾ അത് ഓരോ ബിസിനസ്സും അവരുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ മോർ ഓർ ലെസ് ദ സെയിം, എല്ലാം എക്സാക്ട്ലി തന്നെ ആയിരിക്കില്ല, മോർ ഓർ ലെസ് സെയിം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ. പിന്നെ നമ്മൾ CI/CD പൈപ്പ് ലൈൻ എന്ന് വിളിക്കുക. CI/CD പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, CI/CD പൈപ്പ് ലൈൻ എന്ന് വിളിക്കുക. ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അത് ഓരോ ആർക്കിടെക്ട്സ്, ഇപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആരെങ്കിലും ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ DevSecOps എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. സോ അപ്പോൾ അതാണ് CI/CD പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റുകളെല്ലാം പല പല ടേമുകളാണെങ്കിലും, അതായത് SSDLC, സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, പിന്നെ സെക്യൂർ കോഡിംഗ്, DevSecOps, CI/CD, ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി, ഈ ടേമുകളെല്ലാം ഡിഫറെന്റ് ആണെങ്കിലും ബേസിക്കലി ഇതെല്ലാം അറ്റ് ദ എൻഡ് മീൻ ചെയ്യുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. ഇപ്പോൾ SSDLC എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ SSDLC എന്ന് പറയുന്നത്, സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അത് ആ ഹോൾ ലൈഫ് സൈക്കിളിനെ നമ്മൾ പറയുന്നതാണ് സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ SSDLC എന്ന് പറയുന്നത്. ആ സാധനം വെച്ച് ഈ SSDLCയുടെ കോൺസെപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് DevSecOps എന്ന് പറയുന്നത്. DevSecOps അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻ. ഈ DevSecOpsന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് CI/CD പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഈ CI/CD പൈപ്പ് ലൈനിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല പല പേരുകൾ അല്ലെങ്കിൽ പല പല ടെർമിനോളജീസ് അവിടെ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി കോൺസെപ്റ്റ് എല്ലാ കോൺസെപ്റ്റും ഏകദേശം സെയിം ആണ്. SSDLC എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടീസും, DevSecOps എന്ന് പറയുന്ന അതിന്റെ DevSecOps എന്ന് പറയുന്ന ആ പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്ങും, ആ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ CI/CD പൈപ്പ് ലൈനും, CI/CD പൈപ്പ് ലൈനകത്ത് നടക്കുന്ന കാര്യമാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി. അപ്പോൾ പല പല പേരുകൾ ഉണ്ടെങ്കിലും ബേസിക്കലി ഇതൊക്കെയാണ് സംഭവം. പിന്നെ സെക്യൂർ കോഡിംഗ് എന്ന് പറയുന്നതും മറ്റൊരു ടേം തന്നെയാണ് കേട്ടോ. ഇതിന്റെ തന്നെ മറ്റൊരു ടേമാണ് സെക്യൂർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് സെക്യൂർ ആയിട്ട് കോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ സെക്യൂരിറ്റി നോക്കുക. ഷിഫ്റ്റ് ലെഫ്റ്റ് സെക്യൂരിറ്റി സെയിം കോൺസെപ്റ്റ്. സെക്യൂർ കോഡിംഗ് എന്ന് പറയുന്നതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കോൺസെപ്റ്റും കൂടി ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സോഴ്സ് കോഡ് റിവ്യൂ എന്ന് പറയും. സോഴ്സ് കോഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ പ്രോഗ്രാമിനെ തന്നെ വായിച്ചു നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അവിടെയാണ് സാസ്റ്റ് ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെക്ക്മാർക്സ് 1 പോലുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്നത്, സാസ്റ്റ് ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്. അത് ചെക്ക്മാർക്സ് 1ന്റെ ഒരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. ചെക്ക്മാർക്സ് 1 ആണ് ചെക്ക്മാർക്സ് 1.
ഇതാണ് ചെക്ക് മാർക്സ് വൺ. നല്ലൊരു ടൂളാണ്, ബട്ട് അഗെയിൻ എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ലൊരു ടൂളാണ്. ഇത് ഞാൻ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ചെക്ക് മാർക്സ് വൺ. അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേപ്പബിലിറ്റി ഉണ്ട് ചെക്ക് മാർക്സ് വണ്ണിന്. സാസ്റ്റ് ആയാലും ഡാസ്റ്റ് ആയാലും IAC ആയാലും എസ്ബോ മെയിൻറ്റെയിൻ ചെയ്യാനായാലും അങ്ങനെ പല കാര്യങ്ങൾക്ക് ചെക്ക് മാർക്സ് യൂസ് ചെയ്യാനായിട്ട് വരും. അതാണ് ചെക്ക് മാർക്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഈ ടൂളുകളെ എല്ലാം ചെക്ക് മാർക്സ് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് ചെക്ക് മാർക്സ് ഉണ്ട്. അതാണ് ചെക്ക് മാർക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എനിവേ ദിസ് ഇസ് വാട്ട് ചെക്ക് മാർക്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളുടെ സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ SSDLC എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. താങ്ക് യു. സോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെക്യൂരിറ്റിക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ. സോ അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം, അതല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്യാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.